എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറയാം. അത് മറ്റൊന്നുമല്ല. ഈ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒന്നുകിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിലേ തന്നെ ഇറങ്ങിപ്പോവുക. ലൈവ് ക്ലാസ് കാണുന്നവരോടും റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതില് തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവായിട്ട് ലെഫ്റ്റ് ആയിട്ട് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുക. നമ്മുടെ വിദ്യാവീതിയുടെ കേട്ടറ്റ് വിജയ് വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്നാണോ പരീക്ഷ വരാൻ പോകുന്നത്, ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസിന്റെ ആദ്യത്തെ ബാച്ച് ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ബാച്ചിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് കൂടേണ്ടത്, നിങ്ങൾക്ക് എന്തെല്ലാമാണ് തരുന്നത് എന്നുള്ള മുഴുവൻ വിശദാംശങ്ങളും ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്താണ്, നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടറ്റ് കിട്ടാത്ത ആളുകൾ മാത്രം കാണുക. കേട്ടറ്റ് കാറ്റഗറി 1, 2, 4 വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ക്ലാസ്സുകൾ നയിക്കുന്നത്. അവർ മാത്രം ഈ ക്ലാസ് കാണും. അപ്പം ഞാൻ നിങ്ങളെ വിജയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വിദ്യാവീതിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. എൻ്റെ പേര് അജസ് എന്നാണ്. വിദ്യാവീതി നാളുകളായി കേട്ടറ്റിന് മാത്രം പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരീക്ഷാ പരിശീലന സെന്ററാണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ നിലവിൽ 81 പേരാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു ബാച്ചിൽ 100 പേരെയാണ് പങ്കെടുപ്പിക്കുക. സാധാരണ നമ്മൾ ഇത്ര നേരത്തെ ലൈവ് ക്ലാസ് തുടങ്ങുന്നതല്ല. പക്ഷെ ഇത്തവണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് വിജയ ശതമാനം കുറവായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം തുടക്കത്തിലെ തന്നെ അങ്ങ് ക്ലാസ് അങ്ങ് തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ചു. ശരിക്കും നമുക്ക് ലൈവ് ക്ലാസ് ആദ്യം മുതൽ തുടങ്ങുന്നത് നഷ്ടമാണ്. എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ഈ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും. ഇവിടെ നമ്മൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മാത്രമായിരിക്കും നമ്മുടെ ക്ലാസ്. ശനിയും ഞായറും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ശനിയും ഞായറും നിങ്ങൾക്ക് ഓഫായിരിക്കും. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് രാത്രി 9 മണി മുതൽ 10 മണി വരെ ലൈവ് ക്ലാസ് നടത്തും. ലൈവ് ക്ലാസ് ഇതുപോലെ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലായിരിക്കും നിങ്ങൾക്ക് നടത്തുക. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നാളെ 10-ാം തീയതി മെയ് 10 നാളെ, നാളത്തെ ക്ലാസ് ഉണ്ടാകുമ്പോൾ എന്നൊരു സംശയം ഉണ്ടാവും. നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. പക്ഷെ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ മുഴുവൻ അപ്ഡേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, അത് ഉപയോഗിക്കാൻ പഠിക്കാം, അതിൽ ക്ലാസ്സുകൾ കാണാനൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നാളെ മറ്റന്നാൾ. തിങ്കളാഴ്ച മുതൽ രാത്രി 9 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായി. ആദ്യം നമ്മൾ എടുക്കുന്നത് സൈക്കോളജി പെഡഗോജി പാർട്ടായിരിക്കും. സൈക്കോളജി പെഡഗോജി പാർട്ട് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4 ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സെയിം കോമൺ സബ്ജക്റ്റ് ആണ്. സൈക്കോളജിയിലെ മുഴുവൻ ഭാഗങ്ങളും, നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഭാഗങ്ങളും, അതുപോലെ തന്നെ പെഡഗോഗി, നിങ്ങളുടെ സൈക്കോളജിയിലെ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ 15 ദിവസത്തെ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കറിയാം, വിദ്യാവീതി എന്ന് പറയുന്നത് വലിച്ചു വാരി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. 5 വർഷമായി വിദ്യാവീതി ആരംഭിച്ചിട്ട് ഇന്ന് 1625 പേർക്ക് കാറ്റഗറി 1, 2, 4 വിഭാഗങ്ങളിലായിട്ട് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ വിദ്യാവീതിക്ക് കഴിഞ്ഞത്. ആ ഒരു ബലത്തിലാണ് വിദ്യാവീതി ഇന്നും നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഇതിന്റെ ഇത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് വേർഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടും. കഴിഞ്ഞ ബാച്ചിൽ നമുക്ക് വിജയിച്ചത് 68 പേരാണ്. നമ്മളെ സംബന്ധിച്ച് ഇതിൽ വിജയ ശതമാനം വളരെ കുറവായി. കാരണം അതിന് മുമ്പിലത്തെ ബാച്ചിൽ നമുക്ക് 97, 91 പേരോ 93 പേരാണ് വിജയിച്ചത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് എണ്ണം കുറവായി. എന്നിരുന്നാലും 68 എന്ന് പറയുന്ന ഒരു സംഖ്യയല്ല. 68 കേട്ടറ്റ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ 68 കുടുംബങ്ങളിൽ വിളക്ക് തെളിയിച്ചു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു അധ്യാപകനായിരുന്ന ആളാണ്, ഒരു എയ്ഡഡ് സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഞാൻ അതിൽ നിന്നെല്ലാം മാറി ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് അനുഭവിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, ഒരു കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് ഒരു വീട്ടിൽ കിട്ടുമ്പോൾ അവിടെ ഒരു വിളക്ക് തെളിയുന്നുവെന്നാണ്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഡെയിലി വേജ് വേതനം, ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്ന അധ്യാപകരുടേത് 1010 രൂപയാണ്. ഏത് LP UP വിഭാഗങ്ങൾക്ക്. ഞാൻ LP UP വിഭാഗങ്ങൾ മാത്രമേ പരിശീലനം കൊടുക്കൂ. ഹൈസ്കൂളിലേക്ക് ഞാൻ കൊടുക്കുന്നില്ല. കാരണം
നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പം സർവീസുള്ള ഒരു സ്പെഷ്യൽ പരീക്ഷ വിളിച്ചിട്ടുണ്ട്. മെയ് 29, 30 തീയതികളിലാണ് ഒരു പരീക്ഷ. ആ പരീക്ഷയ്ക്ക് വിദ്യാവേദിയിൽ പഠിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള 215 അധ്യാപകർ. ഏകദേശം ഒരു 800ഓളം അധ്യാപകരാണ് ഈ LP UP വിഭാഗത്തിൽ കേട്ടിട്ട് കിട്ടാത്ത, 800-ൽ താഴെ. അതിൽ 215 പേര് പഠിക്കുന്നത്, 25% ആളുകൾ പഠിക്കുന്നത് വിദ്യാവേദിയിലാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, വിദ്യാവേദി ഉണ്ടാക്കുന്ന വിജയം. വിദ്യാവേദിനെ കുറിച്ച് കേട്ടറിഞ്ഞ് മാത്രം വരുന്നവരാണ് ഇവർ. വിദ്യാവേദിയിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ട് കിട്ടാത്ത ഒരാൾക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് പകുതി പൈസയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഫീസ് അടക്കണം എന്ന് പറഞ്ഞാൽ അവര്, അയ്യോ സാറേ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ട് ഞങ്ങൾക്ക് തോറ്റുപോയി, അതുകൊണ്ട് ഈ പ്രാവശ്യം ഫ്രീ ആയിട്ട് തരണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് ചരിത്രത്തിൽ ആരും പറഞ്ഞില്ല. കാരണം ഓരോ പരീക്ഷയ്ക്കും വേണ്ട ക്ലാസ്സുകൾ അതാത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പോഴത്തെ സിലബസ് അനുസരിച്ചിട്ട്, അപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട്, കഴിഞ്ഞ പരീക്ഷയുടെ രീതികൾ അനുസരിച്ചിട്ട് മാത്രമാണ് വിദ്യാവേദി വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാവേദിയുടെ പരസ്യത്തിനോ അല്ലെങ്കിൽ വിദ്യാവേദിക്ക് ഇതുവരെ ആരുടെയും പുറകെ നടന്ന് അഡ്മിഷൻ പിടിക്കേണ്ടതോ വന്നിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന 81 അധ്യാപകർ നിങ്ങളുടെ ഗ്രൂപ്പിൽ കയറിയാൽ നിങ്ങൾക്കറിയാം. നമ്മൾ ഈ പരീക്ഷയ്ക്ക് 100 പേരെ പരിശീലിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ബാച്ചിൽ 81 പേര് ഇപ്പം ആയിട്ടുണ്ട്. ആ 81 പേരിൽ 2 പേരെ എന്നെയും അതുപോലെ നിങ്ങൾക്ക് ഒരു മെന്ററായിട്ടൊരു ടീച്ചറിനെയും വെച്ചിട്ടുണ്ട്. ആ ടീച്ചറിനെയും ഒഴിച്ചാൽ 79 ആളുകൾ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ആളുകൾ. അതിലെ 17 പേരാണ് കാറ്റഗറി 4 എഴുതുന്നത്. ബാക്കിയുള്ളവർ കാറ്റഗറി 1ഉം 2ഉം എഴുതുന്നവരാണ്, അല്ലെങ്കിൽ കാറ്റഗറി 1 മാത്രം എഴുതുന്നവരാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ജയിച്ച 68 പേരെ പോലെ ഇന്നു മുതൽ തുടങ്ങുന്ന ഈ പരിശീലനത്തിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു തിരുനാളം തെളിയിക്കാൻ വിദ്യാവേദിക്ക് വളരെ അതിയായ ആഗ്രഹം. പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹം നിങ്ങളിലൂടെ എങ്ങനെ സാധിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ കൂടി പരിശീലിക്കണം, നിങ്ങൾ കൂടി പ്രയത്നിക്കണം, നിങ്ങൾ കൂടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ഇപ്പം വിദ്യാവേദിയിൽ പഠിച്ചവരുണ്ടാവും, മറ്റൊരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, മറ്റ് ആപ്ലിക്കേഷനുകളിൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സുകൾ നടത്തുക എന്നാണ്. കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴി തന്നെ നടത്തി ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന ഒരു കുട്ടി എങ്ങനെ പഠിക്കുന്നു, ഒരു അധ്യാപകൻ എങ്ങനെ പഠിക്കുന്നു, അതേ രീതിയിൽ തന്നെ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാവേദിയിലെ ഓരോ ടീച്ചർമാരും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓരോ വിദ്യാവേദിയിലെ ടീച്ചർമാരും നിങ്ങൾക്ക് പഠനം തരുന്നത് ആ രീതിയിലാണ്. നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ മനസ്സിലാവും. നമ്മളൊരു കൃത്യമായിട്ടൊരു ടൈം ലിമിറ്റ്, ഒരു ടൈം ബോണ്ട് ഓരോ കാര്യങ്ങൾക്കും വെച്ചു. ഡെയിലി നിങ്ങൾക്ക് പരീക്ഷ നടത്തും, ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് തരും. അത് എന്ത് തടസ്സങ്ങളുണ്ടായാലും ഒരു എന്താ പറയുന്ന അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ ക്ലാസ് മാറ്റുകയും. നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ക്ലാസ്സുകൾ തരും. അപ്പം 1625 പേരെയാണ് ഇതുവരെ വിദ്യാവേദി വിജയിപ്പിച്ചിട്ടുള്ളത്. അടുത്ത റിസൾട്ട് വരുന്നു, അത് നമുക്കൊരു എന്താ പറയാ 1800-ലേക്കെങ്കിലും നിന്ന്. അപ്പം അതിന് നിങ്ങളെല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ നിലവിൽ ഇന്നു മുതൽ ഈ ക്ലാസ് ആരംഭിക്കുകയാണ്. 9-ാം തീയതി 9 മണിക്കാണ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ 8:30-ക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ജയിച്ച ആളുകളുടെ എണ്ണമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും 15 ക്ലാസ്സുകൾ വീതമാണ് നമ്മൾ തരുന്നത്. സൈക്കോളജിക്ക് 15 ക്ലാസ്, മലയാളത്തിന് 15 ക്ലാസ്, ഇംഗ്ലീഷിന് 15 ക്ലാസ്, EVSന് 15 ക്ലാസ്, ഗണിതത്തിന് 15 ക്ലാസ്. ഈ 15 ക്ലാസ്സുകളും ഓരോ മണിക്കൂറുകളുള്ള ക്ലാസ്സായി. ഈ ഓരോ മണിക്കൂർ ക്ലാസ് എന്ന് പറയുമ്പോഴും രാത്രി 9 മണി മുതൽ 10 മണി വരെയായി. അതില് സയൻസ്, സോഷ്യൽ സയൻസ്, സയൻസുകാർക്ക് ഒരു 15 ക്ലാസ് കാറ്റഗറി 2-ന് എക്സ്ട്രാ തരും. ഈ വിഷയങ്ങൾ കൂടാതെ സോഷ്യൽ സയൻസിന് നമ്മളൊരു 20 ക്ലാസ്സുകൾ തരും. കാരണം സോഷ്യൽ സയൻസിന് കുറച്ചും കൂടെ വൈഡ് സിലബസ് ആണ്. അതിന് 4 തന്നെയാണ് എടുക്കുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഇങ്ങനെ 4 തന്നെയാണ് കാറ്റഗറി 2-ൽ എടുക്കുന്നത്. കാറ്റഗറി 2-ന്റെ സയൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതുപോലെ തന്നെ അത് ഒരു ടീച്ചർ മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് 15 ക്ലാസ്സുകളും, സോഷ്യൽ സയൻസിന്റെ 2 ടീച്ചർമാരാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് 20 ക്ലാസ്സുകളും നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോ മണിക്കൂർ ക്ലാസ്സുകളായി. ഇനി സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ് എന്നിവ എല്ലാവർക്കും ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ അത് കാറ്റഗറി 1 ആയാലും 2 ആയാലും
4 ആയാലും നിങ്ങൾ LP UP വിഭാഗത്തിൽ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും സിലബസ് ഒന്ന് തന്നെ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെയായിരിക്കും നമ്മൾ നടത്തുക. പിന്നെ ബാക്കിയുള്ള പെഡഗോജി ഇപ്പം ഈ എന്താ പറയുക, EVSന്റെ അകത്ത് പെഡഗോജി ഉണ്ട്, കണക്കിന്റെ അകത്ത് പെഡഗോജി ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷിന്റെ പെഡഗോജി ഉണ്ട്, മലയാളത്തിന്റെ പെഡഗോജി. അത് അതാത് ടീച്ചർമാർ തന്നെ ആ വിഷയത്തോട് ചേർന്നിട്ടുണ്ട്. സൈക്കോളജിയുടെ ക്ലാസ് നമ്മൾ തിങ്കളാഴ്ച രാത്രി 9 മണിക്കാണ് ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ 12-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. 12-ാം തീയതി രാത്രി 9 മണി മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. ശനി ഞായർ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഇപ്പൊ 15 ക്ലാസ് എന്ന് പറഞ്ഞാൽ 15 മണിക്കൂർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലാസ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടി മാത്രം എടുക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്നത്. ഇനി അല്ലാതെ നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ കലാശക്കൊട്ട എന്ന പേരിൽ 2 മണിക്കൂർ സ്പെഷ്യൽ കോച്ചിങ് തരും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതുവരെ വന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് എന്ന വണ്ണം നമ്മൾ ഒരു ക്ലാസ് സ്പെഷ്യലായിട്ടും കൂടി നിങ്ങൾക്ക് നമ്മൾ തരും. എല്ലാം കൂടെ ചേർത്ത് ഒരു വിഷയത്തിന് 18 മണിക്കൂർ പരിശീലനമായിരിക്കും നമ്മൾ ഒരുക്കുക. ഒരു വിഷയത്തിന് 18 മണിക്കൂർ. സോഷ്യൽ സയൻസിന് മാത്രം അപ്പൊ 22 മണിക്കൂർ അല്ലെങ്കിൽ 22 ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് നമ്മുടെ ക്ലാസിന്റെ രീതി എന്ന് പറയുന്നത്. ഇനി പരീക്ഷ എന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പരീക്ഷ എങ്ങാനും കുറച്ച് താമസിക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പൊ നമുക്കിപ്പോ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ എത്രയാ 19, 20, 30, 50, 5, 25, 75 ഒരു 80 ക്ലാസ് കൊണ്ട് നമുക്ക് തീരും. അപ്പൊ നമുക്കിപ്പോ 80 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ കൃത്യമായിട്ട്. ഇതിനു മുമ്പ് പരീക്ഷ വന്നാൽ നമ്മൾ ആ പറയുന്ന 1 മണിക്കൂറിന്റെ ക്ലാസ് എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. ഇനി ഇതിന് ശേഷമാണ് ക്ലാസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ സിലബസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ടീച്ചർമാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം തരും. അതും ലൈവായിട്ട് തന്നെയായിരിക്കും നടക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു പിച്ചത്തരവും കാണിക്കത്തില്ല. കൃത്യം ലൈവ് ക്ലാസ്സുകളായിട്ട് തന്നെയായിരിക്കും ആ ക്ലാസ്സുകൾ നടത്തുക. അപ്പൊ അതിൻ്റെ അകത്തും വേറെ മാറ്റമൊന്നും ഇല്ല. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്. നമുക്ക് ലേണിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്നാണ് അതിന്റെ പേര്. ഗൂഗിള് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നിങ്ങൾ ആരും തിരക്ക് പിടിച്ച് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് അത് എടുക്കാനുള്ള ലിങ്കും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള വീഡിയോ അടക്കം നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ഗ്രൂപ്പിൽ രാത്രിയാകുമ്പോഴേക്കും തരും. അപ്പൊ നിങ്ങൾ അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ആപ്പ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ ആപ്പ് അപ്ഡേറ്റ് ആവും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യും, ആ ആപ്പ് തുടക്കം മുതലേ നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതിന്റെ ലിങ്കും അതിന്റെ മുകളിൽ തന്നെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഡെമോ വീഡിയോയും നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ 2 രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ് ആണ് കൊടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്. സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഓരോ വിഷയത്തെയും സ്റ്റുഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ബോർഡിൽ എഴുതി റെക്കോർഡ് ചെയ്ത് ക്ലാസ് റെഡിയാക്കി നമ്മുടെ ആപ്പിൽ ഇരിക്കും. അത് ഓരോ കാറ്റഗറിക്കും വേർതിരിച്ച് ഓരോ വിഷയം വേർതിരിച്ച് കൃത്യമായ ക്രമത്തിൽ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇപ്പൊ ശനി ഞായർ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ കിട്ടും. അപ്പൊ തലേ ദിവസങ്ങളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അതേ സിലബസിന്റെ അകത്തെ അതേ ടോപ്പിക്കുകളായിട്ട് തന്നെ നിങ്ങളുടെ ആപ്പിൽ കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് എടുത്ത് വേണമെങ്കിൽ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് കാണാം, റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ് കിടക്കുന്നത്. നമ്മളത് നിങ്ങൾക്ക് അല്ലാതെ ഇനി നമ്മൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പരിശീലനം തരികയും നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാം, കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മികച്ചതാക്കാം. ഇനി ലൈവ് റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഈ ലൈവ് ക്ലാസ് ഇതിൽ നിങ്ങൾക്ക് ഒരു ദിവസം പങ്കെടുക്കാൻ പറ്റിയില്ല. അത് നിങ്ങൾക്ക് പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി ഇതേ ലൈവ് ക്ലാസ് റെക്കോർഡഡ് വേർഷനായിട്ട് അതിൽ കാണാൻ പറ്റും. എല്ലാ ദിവസത്തെ ക്ലാസ്സും റെക്കോർഡ് ചെയ്യും, എല്ലാ ദിവസത്തെ ക്ലാസ്സും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ലാസ് മിസ്സാക്കിയാൽ നിങ്ങൾക്ക് തന്നെ തോറ്റ് അടുത്ത പ്രാവശ്യം വീണ്ടും പരീക്ഷ എഴുതാം. ലൈവ് ക്ലാസ്സുകൾ ലൈവായിട്ട് തന്നെ പങ്കെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തത് നമ്മുടെ പരീക്ഷ. നമ്മൾ പരീക്ഷകൾ എങ്ങനെയാണ് നടത്താന്ന് വെച്ചാൽ ഇന്ന് നടത്തുന്ന ക്ലാസ്സിന്റെ പരീക്ഷ നാളെ രാത്രി 8 മണിക്ക്. ഇന്ന് നടത്തുന്ന ക്ലാസ്സിന്റെ പരീക്ഷ നാളെ രാത്രി 8 മണിക്ക് നടത്തും. അത് നിങ്ങൾക്ക് ഒരു PDF ആയിട്ടായിരിക്കും തരാം. ഒരു PDF നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ഗ്രൂപ്പിലിടും. നിങ്ങൾക്ക് ആ PDF വെച്ചിട്ട് നിങ്ങളുടെ എന്താ പറയാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്കൊരു ബുക്ക് മേടിച്ച് ആ ബുക്കിൽ എഴുതി വെക്കാം. ആ ബുക്ക് മേടിച്ച് എഴുതി വെച്ചിട്ട് അതിന്റെ ആൻസർക്ക് ഒരു 10 മണി 11 മണി സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ അതുമായിട്ട് ഒത്തുനോക്കി എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് സ്വയം വിലയിരുത്താം. വിലയിരുത്തതിന് ശേഷം ഗ്രൂപ്പിൽ അത് ഇടാനൊരു പോൾ നിങ്ങൾക്ക് തരും. ആ പോളിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് തന്നെ എത്ര കിട്ടിയെന്നുള്ളത് ആ പോളിൽ നിന്ന് തൊട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അറിയാനും പറ്റും.
പിന്നെ ഓൺലൈൻ. രണ്ടാമത്തെ പരീക്ഷ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ്. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ടീച്ചർമാരെടുക്കുമ്പോൾ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് ഒരു പരീക്ഷ അവർ തരും. അത് നമ്മളെ ഈ പ്രാവശ്യം തൊട്ട് കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു രീതിയാണ്. ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ അവർ ചോദിക്കും. ആ 5 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എഴുതി വെക്കാം. ആ എഴുതി വെക്കുന്ന 5 ചോദ്യങ്ങളുടെ ഉത്തരം അന്നേരം തന്നെ അവർ ആൻസർ കീ പറയും. നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഓൺലൈൻ പരീക്ഷ. ഇനി നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് എന്താണ്? നമ്മുടെ മാത്രം പ്രത്യേകതകളാണ്. നമുക്ക് വിദ്യാവിധിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിനും കൃത്യമായിട്ട് ക്ലാസ് എടുക്കാൻ ഏറ്റവും പ്രഗത്ഭരായിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിൽ അത്രയ്ക്ക് ബി.എഡ് എം.എഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കേറ്ററ്റ് സെറ്റ് നെറ്റ് പാസ്സായിട്ടുള്ള അധ്യാപകരായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന BA പഠിച്ചവരോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവരോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. എല്ലാവരും നല്ല PG മിനിമം സെറ്റോ നെറ്റോ കേറ്ററ്റോ ഒക്കെ ഉള്ള അധ്യാപകർ മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് സംബന്ധം നമ്മുടെ വിദ്യാവീതിയിൽ ആൾക്കാർ വരാനുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം നമുക്ക് BV അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു സഹോദര സ്ഥാപനം കൂടി. അതായത് നമ്മൾ സർവീസിലുള്ളവരുടെ എല്ലാ സംബന്ധമായ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. സർവീസ് സംബന്ധമായിട്ടുള്ള എന്ത് കേസ്, അതിപ്പം എന്താ പറയുന്നത്, സ്കൂളിലെ ടീച്ചറിനെ ജോയിൻ ചെയ്യിക്കുന്നിടം മുതൽ ആ സ്കൂളിലെ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളടക്കം ആ സ്കൂളിലെ ടീച്ചറിന്റെ പ്രശ്നങ്ങൾ, അപ്പോയിന്റ്മെന്റ്, അതിനുശേഷം അവരുടെ എന്താ പറയുക സാലറി, മറ്റു കാര്യങ്ങൾ എല്ലാം അത് ലീഗലായിട്ടും അല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തുടർച്ച ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായ ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് തന്നെയായിരിക്കും. ഇന്നൊരു ലൈവ് നടത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ലൈവ് നടത്തുന്ന പരിപാടിയല്ല നമ്മൾ ചെയ്യുന്നത്. ഇന്നു മുതൽ കണ്ടിന്യൂസ് അങ്ങോട്ട് ലൈവ് ക്ലാസ് തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് അങ്ങോട്ട് ലൈവ് ക്ലാസ് ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് പിന്നെ റെക്കോർഡഡ് ക്ലാസ് വന്നിട്ട് ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് ക്ലാസ് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ഇല്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നൂതന സംവിധാനങ്ങൾ ഉള്ള ലേണിംഗ് ആപ്പ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഏറ്റവും ലളിതമായ രീതിയിൽ തയ്യാറാക്കിയേക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലേണിംഗ് ആപ്ലിക്കേഷൻ. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ പ്രത്യേക പഠന രീതി, അത് നമുക്ക് മാത്രമുള്ളൊരു സിലബസ് ഉണ്ട്. നമ്മൾ നിങ്ങളെ വലിച്ചു വാരി ഒരു സാധനം പഠിപ്പിക്കത്തില്ല. നിങ്ങളെ വലിച്ചു വാരി പഠിപ്പിച്ചിട്ട് നമുക്ക് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വലിച്ചു വാരി ഒരു കാര്യവും നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏറ്റവും ലളിതമായിട്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരുപാട് പേർക്ക് ഒരു ടച്ചും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഈ ഭാഗം മൊത്തം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള കോച്ചിങ് ആയിരിക്കും നമ്മൾ തരുന്നത്. പിന്നെ വിദ്യാവീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു പരിശീലനങ്ങൾ നടത്തുന്നില്ല. കേട്ടറ്റ് LP UP വിഭാഗത്തിലുള്ള പരിശീലനം മാത്രമേ നടത്തൂ. ഇതാണ് വിദ്യാവീതി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിലവിലത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശ രൂപം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വിജയിക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവും. ആ ബോധം നിങ്ങളിൽ വരാതെ ഞാനല്ല ആര് പറഞ്ഞു നിങ്ങൾ ഈ പരീക്ഷ ജയിക്കാൻ പോകും. 5ഉം 6ഉം 10ഉം 12ഉം ഒക്കെ പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. അത്രയും തവണ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം 1ഓ 2ഓ മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ വീണ്ടും മെനക്കെടാതെ ആ മാർക്കിലേക്ക് പോലും നമുക്ക് എത്താൻ പറ്റത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാം, പരീക്ഷയുടെ കാഠിന്യം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. ഏത് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ ലെവലിലേക്കാണ് പരീക്ഷ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൂടെ നമ്മൾ ഈ കിട്ടുന്ന അവസരം നമ്മൾ മുതലാക്കിയില്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്നു മുതൽ ദൃഢനിശ്ചയം, ദൃഢപ്രതിജ്ഞ ചെയ്യും. ഒരു വലിയ നോട്ട് ബുക്ക് മേടിക്കും. ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണോ ആ ബുക്കിന്റെ പുറകിലോ അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള പേജുകളിലോ ഒന്നും എഴുതാൻ നിൽക്കരുത്. പുതിയ ഇതിന് വേണ്ടിയിട്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ക്ലാസ്മേറ്റിന്റെ ഒരു വലിയ ബുക്ക് മേടിക്കും. ആ ബുക്ക് മേടിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് എഴുതി തുടങ്ങും. നമ്മൾ ഒരു സബ്ജക്ട് തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത സബ്ജക്ട് എടുക്കൂ. അല്ലെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ ടീച്ചർമാർക്ക് 1ഓ 2ഓ ക്ലാസ്സുകൾ മാറ്റണം എന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വിഷയം വെച്ച് ഫില്ല് ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു വിഷയം കണ്ടിന്യൂസ് തീർന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ അടുത്തത് തുറക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പം ഇപ്പൊ ഈ പറയുന്ന ഇവരുടെ ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്ന ഉടനെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം മാർച്ചിൽ ഒരു പരീക്ഷ നടക്കേണ്ടതായിരുന്നു, നടന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പെട്ടെന്നാക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 9 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് നമ്മൾ 8:30-ആക്കും.
വൈകുന്നേരം ഒരു 7 മണി മുതലോ അല്ലെങ്കിൽ രാവിലെ ഒരു 7:30 മുതലോ ഒരു പുതിയ ക്ലാസ്സിൽ കൂടെ നമ്മൾ ഇടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ പരിശീലനം കടുപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ പരിശീലനം കൊണ്ടുപോകും. എപ്പോ വരെ? നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചടപടാന്നായിരിക്കും. നോട്ടിഫിക്കേഷൻ മുമ്പ് മുഴുവൻ പരിപാടികളും തീർത്ത് നിങ്ങളെ പരീക്ഷയ്ക്ക് ഒരുക്കി പരീക്ഷാ ഹോളിലേക്ക് നമ്മൾ വിടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായ ദിവസങ്ങളിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ ക്ലാസ്സിൽ കയറുക, ക്ലാസ് കൃത്യമായിട്ട് പങ്കെടുക്കുക, ക്ലാസ്സിൽ കിട്ടുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ഒരു ഉത്തരവും നിങ്ങൾ സ്വയം നിർമ്മിക്കാൻ പഠിക്കുക. ആ ചോദ്യവും ഉത്തരവും നിങ്ങൾ സ്വയം നിർമ്മിച്ചാൽ മാത്രം പോരാ, അതിന്റെ ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് ഈ ചോദ്യവും 4 ഓപ്ഷനുകളും അതിന്റെ ഉത്തരവും അടങ്ങി നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 പേരുണ്ട്. ഈ 100 പേരിലെ മിടുക്കന്മാരായിട്ടുള്ള ഒരു 50 പേരുണ്ടെന്ന് കരുതും. ഈ 50 പേര് തരുന്ന ആ ചോദ്യങ്ങളിൽ ഒരു ദിവസത്തിൽ ഒരു ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്കുണ്ടാവും. അങ്ങനെ നമുക്ക് ഒരു 80 ദിവസം നമ്മൾ ക്ലാസ് തന്നാൽ ആ 80 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 80 മാർക്ക് അവിടെ കിട്ടും. പിന്നെ ഒരു 10 മാർക്ക് നിങ്ങൾ കയ്യിൽ നിന്നും കൂടി ഇട്ടാൽ 90 മാർക്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. പക്ഷേ നിങ്ങൾ ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമായിരിക്കും ഇത് കിട്ടുക. നിങ്ങളിവിടെ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ ഇന്നു മുതൽ ഞാൻ പറയാം, നിങ്ങളുടെ പരീക്ഷ ദിവസം വരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ അടുത്ത റിസൾട്ടിൽ നിങ്ങൾ ക്വാളിഫൈഡ് എന്ന് കാണിക്കും 100%. നിങ്ങൾ നേരെ മറിച്ച് വിപരീതമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നൂലുകെട്ട് കാണും, പാല് കാച്ചൽ കാണും, കല്യാണം കാണും, റിസപ്ഷൻ കാണും, മറ്റേത് മറിച്ചത് തുണി മേടിക്കാൻ പോക്കൊക്കെ കാണും. ഇതിനൊക്കെ നിങ്ങൾ പോയി റെക്കോർഡഡ് ക്ലാസ് മാത്രം കണ്ട് ഒതുങ്ങുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഡിസ്ക്വാളിഫൈഡ് എന്ന് കാണും. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. വിജയിക്കാൻ ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. നമുക്ക് തിങ്കളാഴ്ച, അതായത് 12-ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങും. ഈ ക്ലാസ്സിൽ 12-ാം തീയതി അല്ലേ, ശനി അല്ല, നാളെ 10, 11, 12. ഓക്കെ, 12-ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങും. ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക, വിജയിക്കുക, നല്ല മാർക്ക് മേടിക്കുക. കേറ്ററ്റ് പരീക്ഷ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ജയിക്കാൻ തമ്പുരാൻ ഇടവരുത്തട്ടെ. എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നാളെ മുതൽ നിങ്ങൾക്ക് തുറന്ന് ഉപയോഗിക്കാം. അതിനുള്ള ഡെമോ വീഡിയോ കിട്ടിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ തുറന്ന് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ വീഡിയോ നമ്മൾ പുറത്ത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാച്ചിലേക്ക് നമുക്ക് ഇനിയും 20 പേരെ കൂടി നമ്മൾ എടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരോ കേട്ടിട്ട് കിട്ടാത്ത ആരെങ്കിലുമോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ചിലെ 20 പേരിൽ ഒരാളാകാം. അങ്ങനെ 100 പേർക്ക് ഈ പരിശീലനം നേടാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് മുമ്പോട്ട് വെക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ ചോദിക്കാം. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പറയാം. എന്നിട്ട് നമ്മൾ 9 മണിക്ക് ക്ലാസ് അവസാനിപ്പിക്കും, നമ്മൾ കൂട്ടിക്കയറും. ഓക്കെ, പറഞ്ഞോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ക്യാമറയും മൈക്കൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് തന്നെ ചോദിച്ചു. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ റെക്കോർഡ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ മാത്രം കേട്ടാൽ മതിയല്ലോ, നാട്ടുകാർ കേൾക്കാം.